അസ്സലാമു അലൈക്കും. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ തള്ളാനും അല്ല കൊള്ളാനും അല്ല പോണത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തവർക്ക് ധാരണ ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ തീരെ കാണാത്തവർക്ക് വേണ്ടി കുറച്ച് ഭാഗം ചെല്ലിപ്പിച്ചില്ലേ, നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ, നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം, പണവും തരാം, വീടും തരാം, മജ്ലിസും തരാം. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു, 3 കോടി രൂപയാ. ഇപ്പൊ നമ്മൾ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചത് കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ മുത്തം വെക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്ഥലം കാണിച്ചു കൊടുക്കുകയും അതിനുള്ള ക്യാഷും മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളെ വിട്ട് ശരിയാക്കുകയും എന്നുള്ള നിലക്കൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. ഞാൻ ഇവരൊന്നും പ്രതികരിച്ചില്ല, വേറൊന്നും കൊണ്ടല്ല. അപ്പം ഇന്ന് ഉവൈസിനെ നേരിട്ട് കാണുകയും അതേപോലെ തന്നെ ഉവൈസിന്റെ കുടുംബക്കാരുമായിട്ട് നേരിട്ട് കാണുകയും അവന്റെ മാനസിക നില കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ചർച്ച വരുമ്പോഴൊക്കെ ഉവൈസിന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ എൻ്റെ കൂടെ എന്റെയും സിദ്ദീഖിന്റെയും കൂടെ ഒന്നിച്ച് പാവമ്പേറുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പേഴ്സണായിട്ട് വളരെ നല്ലോണം അറിയാവുന്ന ഒരാളും കൂടിയാണ്. അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും 10 മിനിറ്റ് മുമ്പ് അറുവാപ്പ എന്നെ വിളിച്ചിക്കാരങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഫോൺ. വലിയ പ്രയാസത്തിലെന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല, വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യും. ഇതിൽ നിന്ന് എനിക്കൊരു ഗുണപാഠം കിട്ടുകയെന്ന് വെച്ചാൽ, നമ്മളൊരാളെയും അവരുടെ സത്യാവസ്ഥ അറിയാതെ വിമർശിക്കരുത് എന്നൊരു പാഠം എനിക്കൊന്നും ഇവിടുന്ന് കിട്ടുകയാണ്. ഉണ്ടെങ്കിൽ പോലും നേരിട്ട് സംഭവം സത്യമാണെങ്കിലും ഇന്നത് കണ്ട് മനസ്സിലാക്കിയാണ്. വല്ലാത്തത് അവന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. സുബോധം എന്ന് പറയുന്ന സംഗതി അവനില്ലാത്തൊരവസ്ഥയാണ് മനസ്സിലാവുന്നത്. അതപ്പം ഞാൻ അതിന് നേരെ നടക്കാൻ പോലും കഴിയാത്ത വെപ്രാളപ്പെടുന്നു. AP സ്ഥാനം കാണാനുള്ള തീരുമാനത്തിലാണ്. കാരണം അതിന് കുറെ വിഷയങ്ങളുണ്ടാവില്ല പിന്നീട്. എല്ലാവരും ഫയറിന് പ്രത്യേകം. അപ്പോ കേട്ടല്ലോ, ഇതാണ് അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥ. അപ്പോ നമ്മള് വിമർശിക്കുന്നവർക്ക് വിമർശിക്കുക, യോജിക്കുന്നവർക്ക് യോജിക്കുക, അത് എന്ത് ചെയ്യുക, അതല്ല ഇവിടെ വിഷയം. നമ്മളിപ്പോ ആ കാര്യത്തില് തീരെ ഒരു ധാരണ ഇല്ലാത്തവർക്ക് ധാരണ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കാണുന്നത് കൂടുതൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അല്ലെങ്കിൽ കടമുള്ളവർ, അങ്ങനെ കുട്ടികളില്ലാത്തവർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രയാസങ്ങളുള്ളവരാണ് കൂടുതൽ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുന്നവരാണ് കൂടുതലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുന്നതും പങ്കെടുക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാരണമായിട്ട് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു ധാരണ വരുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് വളരെ ഉപകാരമാണ് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.